നമസ്കാരം. ഇമ്മ്യൂണിലേഖ കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സന്തോഷ വാർത്തമാണ് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് വായനാ ദിനമാണ്. അപ്പോൾ എനിക്കൊരു 3 പുസ്തകങ്ങൾ വായനാ ദിനമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വായനാ ദിനമായിട്ട് കിട്ടിയതല്ല, ഇതിൻ്റെ കഥ ഞാൻ പറയാം. ഷൗക്കത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഹൃദയം തൊട്ടത്, അതുപോലെ തന്നെ നിത്യാന്തരംഗം, ദൈവത്തിന് തുറന്ന കത്തുള്ള 3 പുസ്തകങ്ങളാണ് ഇന്ന് എനിക്ക് കൊറിയറായിട്ട് കിട്ടിയത്. അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പുസ്തകം റിവ്യൂ ഒന്നുമല്ല, ഈ പുസ്തകത്തിന് ടെക്നോളജി റിവ്യൂ ആണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഈ ലോക്ക്ഡൗൺ ശക്തമാവുന്നതിന് മുമ്പ്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ സ്ക്രൈബസിൽ ചെയ്യണമെന്നുള്ള ആവശ്യമായിട്ട് ഹുസൈൻ മാഷ് എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഹുസൈൻ മാഷ് വഴി ഷൗക്കത്ത് മാഷ് എന്നെ വിളിക്കുകയും ഈ പുസ്തകങ്ങൾ സ്ക്രൈബസിൽ പ്രസിദ്ധീകരിച്ചാൽ കൊള്ളാം, അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാരമടയിലെ നിത്യചൈതന്യതിയുടെ ആശ്രമത്തിൽ പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഷൗക്കത്ത് മാഷ്. അപ്പോൾ അവർ നിത്യാന്തരംഗം എന്നുള്ള പുസ്തകമാണ് റീ വർക്ക്. ഇപ്പോൾ 5ാം പതിപ്പാണ്, ഈ പതിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഓൾറെഡി ഇൻഡിസൈനിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്ക്രൈബസിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസിദ്ധീകരിക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ആ ചെയ്തത് അവിടെ വെച്ച് ആദ്യമായി ലേഔട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ 2 ദിവസം അവിടെ താമസിച്ചു. സ്ക്രൈബസിൻ്റെ ഒരു ട്യൂട്ടോറിയലൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഈ പുസ്തകത്തിൻ്റെ പകുതിയോളം ഞാൻ അവിടെ ഇരുന്ന് ലേഔട്ടും ചെയ്തു. അപ്പോൾ അതിൽ ഒരു നന്ദിയൊക്കെ തന്നിട്ടുണ്ട്. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് ഇതിൽ സ്ക്രൈബസിന് വേണ്ടി 2 പേജ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്താണ് സ്ക്രൈബസ് എന്നതിനെക്കുറിച്ച്, സ്ക്രൈബസ് എന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് 2 പേജിൽ സ്ക്രൈബസിനെ കുറിച്ചുള്ള വിശദമായിട്ട് മറ്റു പ്രസാധകർക്കൊക്കെ ഒരു സപ്പോർട്ടാവുന്ന രീതിയിൽ അവർക്കൊരു ആത്മവിശ്വാസം തരുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്ത് എന്നെ കോൺടാക്ട് ചെയ്യുക, ട്രെയിനിങ് വേണമെന്ന് പറയുമ്പോൾ ആ സമയത്താണ് ഞാൻ സ്ക്രൈബസ് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ക്രൈബസ് ട്യൂട്ടോറിയൽ കണ്ട് അദ്ദേഹവും ഒരു പുസ്തകം ഏതാണ്ട് മുഴുവൻ തീർത്ത് എനിക്ക് ടെലഗ്രാമിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനും പുറമെ എൻ്റെ ഒരു കൂട്ടുകാരൻ വിനീത് വേലൂർ. അപ്പോൾ അവൻ ഇങ്ങനെ സ്ക്രൈബസിൻ്റെ ഡോട്ട് വിളിച്ച് ചോദിച്ചപ്പോഴാണ്, എന്നാൽ കുറേ പേരായി ചോദിക്കുന്നത്, എന്തായാലും കുറേ ദിവസമായി ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു, അങ്ങനെ ചെയ്യാം എന്ന് പറയുന്നത് സ്ക്രൈബസിൻ്റെ ട്യൂട്ടോറിയൽ ഏതാണ്ട് 10-12 വീഡിയോ ഉള്ളത്, ഇനി 1-2 ചെയ്യാനുണ്ട്. ആ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തു വെച്ചത്. അപ്പോൾ ആ ട്യൂട്ടോറിയൽ കണ്ട് 2 പേര് പുസ്തകം ഇറക്കിയെന്ന് കേൾക്കുമ്പോൾ സന്തോഷം. ഇത് ട്യൂട്ടോറിയലിന് മുമ്പുള്ള പുസ്തകങ്ങളാണ്, അത് ഓൾറെഡി ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഈ പുസ്തകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേജ് വരുന്നത് 472 പേജിലാണ് അവസാനിക്കുന്നത്. ഏതാണ്ട് 500 പേജിനടുത്തുള്ളൊരു പുസ്തകം വളരെ കൂളായിട്ട് സ്ക്രൈബസിനകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ ലേഔട്ടിംഗ് ഒക്കെ വളരെ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഹൈഫനേഷനൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. മറ്റ് ആപ്ലിക്കേഷൻസിന് വെച്ചാൽ ഹൈഫനേഷൻ വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. മറ്റ് വലിയ സിസ്റ്റം ലോഡും കാര്യങ്ങളൊന്നുമില്ല, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏതാനും ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതെന്തായാലും അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും 3 പുസ്തകങ്ങൾ ഒരുമിച്ചാണ് അദ്ദേഹം പുറത്തിറക്കിയിട്ടുള്ളത്. 3 പുസ്തകങ്ങളും സ്ക്രൈബസിലാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അത് 3 പുസ്തകത്തിലും സ്ക്രൈബസിനെ കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് മറ്റുള്ളവർക്ക്, ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യാൻ കാരണം, ഇത്ര വലിയ പുസ്തകങ്ങളടക്കം, ഇത്രയും കട്ടിയുള്ള പുസ്തകങ്ങളടക്കം സിമ്പിളായിട്ട് നമുക്ക് സ്ക്രൈബസിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പത്രങ്ങളൊക്കെ സ്ക്രൈബസിലേക്ക് മാറി. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ജനയോഗം മാറ്റുന്നത് ഞങ്ങളുടെ ടീമായിരുന്നു. അതിനുശേഷം ദേശാഭിമാനി അവർ സ്വയം ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിനുശേഷം മനോരമ അവർ ലിനക്സിലേക്കൊന്നും മാറില്ല, വിൻഡോസിൽ തന്നെ സ്ക്രൈബസ് ഉപയോഗിച്ച് തുടങ്ങി. മറ്റു ചെറുകിട പത്രങ്ങളിലേക്കും മറ്റ് ചെറുകിട പുസ്തകം ക്രിയേറ്റ് ചെയ്യുന്നവരിലേക്കൊക്കെ ഇൻഡിസൈൻ പോലെയുള്ള സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ ഒരു ഓവർ ബർഡൻ ഒഴിവാക്കി സ്വതന്ത്ര സോഫ്റ്റ്വെയറിലേക്ക് മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു സംഗതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തായാലും ഇതിൽ ആരെങ്കിലും ഏതെങ്കിലും പബ്ലിഷേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകം മറ്റു ചിലവില്ലാതെ, അതായത് മാസം സോഫ്റ്റ്വെയറിന് വാടക കൊടുത്തുകൊണ്ടിരിക്കാതെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിപൂർണമായ സപ്പോർട്ടിന് ചെയ്യാൻ ഞാനടക്കമുള്ള എൻ്റെ ആൽഫ ഫോർ ടെക്നോളജീസ് എന്നുള്ള കമ്പനി ഉണ്ടാവും. ഞങ്ങൾ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുസ്തകം ചെയ്യാൻ വേണ്ടി സപ്പോർട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവസാന നിമിഷം കറണ്ട് പോയി, എന്തായാലും ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇത്ര തന്നെ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.